വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100 കടന്നു. 128 പേർ ചികിത്സയിൽ. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി സൈന്യം. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. അപകടം ഹൃദയഭേദകമെന്ന് മുഖ്യമന്ത്രി. 93 മൃതദേഹങ്ങൾ കണ്ടെത്തി. സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പിണറായി വിജയൻ. അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്. 5 മന്ത്രിമാർ ജില്ലയിൽ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണം. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം നൽകി കേരള ബാങ്ക്. തമിഴ്നാട് സർക്കാർ 5 കോടി ധനസഹായം പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ റെഡ് അലേർട്ട്. കണ്ണൂരിൽ കണിച്ചാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ. തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. ഇടുക്കി ഗ്യാപ് റോഡിൽ മലയിടിച്ചിലുണ്ടായി. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സ്ക്രീനിൽ കണ്ടതുപോലെ വിറങ്ങലിച്ചിരിക്കുകയാണ് വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ